എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ കൊക്ക പൗഡർ വെച്ചിട്ടുണ്ട്. 3 മുട്ട വെച്ചിട്ടുണ്ട്. കോഫി തിളപ്പിച്ച് നല്ല കടുപ്പത്തിൽ 2 സ്പൂൺ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പശുമ്പാലാണ് 1 കപ്പ്. ഇത് 1 കപ്പ് നെയ്യ്. ഇത് ബേക്കിംഗ് പൗഡർ 1 സ്പൂണ്, 1/2 സ്പൂണ് സോഡ പൗഡർ. പിന്നെ അതിന് ആവശ്യത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ഉപ്പ്. പിന്നെ നമ്മൾ വെനില എസൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മൈദാപ്പൊടി കുറേശ്ശെ തെള്ളി എടുക്കുക. മൈദാപ്പൊടി തെള്ളിയായി. ഇനി അടുത്തത് കൊക്ക പൗഡർ അതിലിട്ട് തെള്ളുവാണ്. ഇത് ബേക്കിംഗ് പൗഡർ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് തെള്ളുവാണ്. ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ എടുത്താൽ സോഡാപ്പൊടി 1/2 സ്പൂണേ എടുക്കാവുള്ളൂ. ഇത് ബേക്കിംഗ് സോഡ. ലേശം ഉപ്പും കൂടെ ഇട്ട് ഇതിൻ്റെ കൂടെ തെള്ളുക. നമ്മൾ എല്ലാം തെള്ളിയായി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മുട്ട ഒഴിക്കുമ്പോൾ തണുത്ത മുട്ടയാകില്ല. ഫ്രിഡ്ജിൽ മുട്ടയുണ്ടെങ്കിൽ നമ്മളെടുത്ത് അരമണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലെങ്ങും വെള്ളമയം കാണില്ല. നല്ല ഉണങ്ങിയിരിക്കുന്ന പാത്രങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. മുട്ട പതഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് വെച്ചത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് പൊടികളൊക്കെ ചേർക്കാം. മുട്ടയും പഞ്ചസാരയും നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പതഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുമ്പേ എടുത്തു വെച്ചേക്കുന്ന ഈ പൗഡറുകൾ കുറേശ്ശെ ഇട്ട് ഇളക്കുക. നമ്മൾ ഈ പൗഡർ എന്തൊക്കെയാണെന്നറിയാലോ. മൈദാപ്പൊടി, കൊക്ക പൗഡർ, ബേക്കിംഗ് പൗഡർ, സോഡാപ്പൊടി, പിന്നെ ലേശം ഉപ്പ്. ഇതൊക്കെ നമ്മൾ മിക്സാക്കി വെച്ച പൊടിയാണ്. അത് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് നമ്മൾ ഇളക്കിയെടുക്കുക. കണ്ടമാനം ഇട്ട് നമ്മൾ ഇളക്കല്ലേ. നമ്മൾ ഇതിലേക്ക് നമ്മൾ മുമ്പ് എടുത്തു വെച്ച നെയ്യ് കുറച്ച് ചേർക്കുക. പിന്നെ നമ്മൾ കട്ടൻ കാപ്പി അനത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിൽ ചേർക്കുക. ഇനി കുറച്ച് പാല്. ബാക്കി വന്ന കുറച്ച് പൊടിയുണ്ടല്ലോ, അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കുക. നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് വെനില ഒഴിക്കാം. വെനിലയുടെ എസൻസ്. നമ്മളെല്ലാം മിക്സ് ആക്കിയായേ. നമ്മളാക്കുമ്പം ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ നമ്മൾ എല്ലാം ചേർത്ത് എടുക്കണം. ഇനി നമുക്കിത് കേക്കിൻ്റെ പാത്രത്തിൽ ഒരു നെയ്യ് തൂത്ത് നമ്മളൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇത് ഒഴിക്കാം.
നമ്മൾ കേക്കിൻ്റെ പാത്രത്തിൽ നെയ്യ് തൂത്ത് ഒരു പേപ്പർ അടി വെച്ച് അത് നെയ്യ് തൂത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിൽ ഒഴിക്കുക. ഇത് നമുക്കൊന്ന് തട്ടി കൊടുക്കാം. ഇതിനകത്ത് ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാ. ഞാൻ ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് കേക്ക് ഇതിൽ വെക്കാം. ഓവൻ ഇല്ലെങ്കിലും നമുക്ക് കേക്ക് കുക്കറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു പാൻ എടുത്ത് വെച്ച് അതിൽ ചൂടാക്കിയിട്ട് നമുക്ക് ഈ കേക്ക് എടുത്ത് അതിൻ്റെ അകത്ത് വെച്ച് ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഓവനിൽ 30 മിനിറ്റ് ടൈം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്ത് കഴിയുമ്പോൾ നോക്കാം. ഇത് കേക്ക് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് വെന്തോന്ന് നമുക്ക് നോക്കാം. ഞാനൊരു ഈർക്കിലി എടുത്തിട്ടുണ്ട്. ശരിക്കും വെന്തിട്ടുണ്ട്. ഈ ഈർക്കിലിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് ആറിയിട്ട് ഇത് മുറിച്ച് നോക്കാം. കേക്ക് പുറത്തെടുത്ത് ഞാൻ ഒരു പീസ് കണ്ടിച്ച് നോക്കി. ഇത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇതേ നല്ല സ്പഞ്ച് പോലെ ആയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.